നമസ്കാരം, വെൽക്കം ടു നിഷിദാസ് ക്യുസീൻ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക ഫില്ലിംഗ് വെച്ചിട്ടുള്ള നല്ലൊരു മലബാർ സ്പെഷ്യൽ അടയാണ് ചക്ക ഓട്ടട. അപ്പൊ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യം ചക്ക ഫില്ലിംഗ് ഉണ്ടാക്കാം. കുറച്ച് പഴുത്ത ചക്കച്ചോള മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് വേവിച്ചെടുക്കാൻ വേണ്ടി അടുപ്പത്തൊരു പാത്രത്തിലേക്ക് ഇടാം. ഇനി തീ കത്തിച്ച് ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് തീ കുറച്ച് ഒരു 2-3 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പൊ ചക്ക അടച്ചു വേവാൻ വെച്ചിട്ട് ഏകദേശം 3 മിനിറ്റ് കഴിഞ്ഞു. ഇടക്ക് ഞാൻ തുറന്നൊരു വട്ടം ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇപ്പൊ തന്നെ അടി ഉണ്ടാക്കുന്നതുകൊണ്ട് അധികം വേവണ്ട, ജസ്റ്റ് ഒന്ന് വന്നാൽ മതി. ചക്ക വേഗം വേവുകയും ചെയ്യും. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടുന്നത്ര ശർക്കര ഉരുക്കിയത് ചേർക്കാം. ഇതിന്റെ കൂടെ തന്നെ കുറച്ച് ഫ്രഷ് തേങ്ങ ചിരകിയത് കൂടെ ചേർക്കാം. ഇതിനൊന്നും കൃത്യമായിട്ട് കണക്കില്ല, എന്നാലും ഞാൻ എടുത്തത് പറയാം. ഒരു 6 ചക്കച്ചോളയുണ്ട്, ഒരു 100 ഗ്രാം ശർക്കര ഉരുക്കിയത്, 1/2 കപ്പ് തേങ്ങ ചിരകിയത്. നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. ചക്കയൊക്കെ അധികം ഉണ്ടെങ്കിൽ അധികം എടുക്കാം. എൻ്റെ അടുത്ത് ഇപ്പം കുറച്ചേ ഉള്ളത് കൊണ്ട് ഞാൻ കുറച്ചെടുത്തത്. ഇതിനി ഇളക്കി കുറച്ചമ്മ വരട്ടിയെടുക്കാം. ഇത് ഏകദേശം ഡ്രൈ ആവുന്നവരെ വരട്ടിയാൽ മതി. ഇത് ഏകദേശം ഡ്രൈ ആയി വരുമ്പം ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് വീണ്ടും ഇളക്കി വരട്ടാം. ഇതിപ്പം നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഡ്രൈ ആവുന്നവരെ വരട്ടിയാൽ മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത ശേഷം തീ ഓഫ് ചെയ്യാം. ഇതിനി ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അരിപ്പൊടി കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് ഇടിയപ്പം പൊടിയാണ്. ഫില്ലിങ് കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് അരിപ്പൊടി കുറച്ചെടുത്തത്. ഇതിന് കുഴച്ചെടുക്കണം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്യാം. ഇതിന് കുഴച്ചെടുക്കാൻ വേണ്ടി ഞാനിവിടെ അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ച് തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഈ അരിപ്പൊടിയിലേക്ക് കുറേശ്ശെ ഒഴിച്ച് കുഴച്ചെടുക്കാം. ആദ്യം കുറച്ചൊഴിച്ച് കുഴക്കാം. ഇടിയപ്പത്തിനൊക്കെ കുഴക്കുന്ന പോലെ തന്നെ. ഈ തിളച്ച വെള്ളമായതുകൊണ്ട് ആദ്യം ഒരു തവി കൊണ്ട് കുഴച്ചെടുക്കാം. ഇതിപ്പം പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചൂട് കുറയുമ്പം കൈകൊണ്ട് നന്നായി കുഴച്ചെടുക്കാം. ഇതിപ്പം നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് പരത്തിയെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു വാഴയിലേന്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ചെറിയൊരു ഉരുളയെടുത്ത് ഉരുട്ടി ഇലയിൽ പരത്താം. ഇലയുടെ പരത്താനല്ല എല്ലാവർക്കും അറിയുന്നതല്ലേ. കൈ കൊട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ എണ്ണ വരട്ടാം. ഞാൻ ലൈറ്റായിട്ട് എണ്ണ വരട്ടിയിട്ടുണ്ട്. ഇലയുടെ നല്ല പാങ്ങിൽ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ റെഡിയാക്കി വെച്ച ചക്ക ഫില്ലിങ്ങിൽ നിന്ന് കുറച്ചെടുത്ത് ഇതിൻ്റെ പകുതി വരെ നിരത്തി കൊടുക്കാം. ഇപ്പോൾ ഫില്ലിങ് പകുതി വരെ നിരത്തിയിട്ടുണ്ട്. ഇതിന് മടക്കി വെക്കാം. ഇതിന് ചുട്ടെടുക്കാൻ വേണ്ടി ഒരു അടുപ്പത്ത് ഒരു ദോശ-തവ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇനി ഈ അടക്ക് വേണ്ടി പരത്തി വെച്ചത് തവയിലേക്ക് ഇട്ട് ചുട്ടെടുക്കാം. ഇത് ഒരു സൈഡ് കുറച്ച് ചൂടാവുമ്പം തിരിച്ചിടാം. തീ കുറച്ച് വെക്കാം. ഇത് തിളച്ച വെള്ളത്തിൽ കുഴച്ചതുകൊണ്ട് പെട്ടെന്ന് വേവും.
ഇത് ആവിയിൽ വേണം വേവിച്ചെടുക്കാം. ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് അട കിട്ടും. ഞാനിപ്പോൾ ഓട്ടടാന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതുകൊണ്ട് ഞാൻ തവയിൽ ചുട്ടെടുക്കുന്നത്. കുറച്ച് സമയം ചൂടാവുമ്പോൾ വീണ്ടും തിരിച്ചിടാം. അട ഇപ്പം തിരിച്ചു മറിച്ചുവിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. ഒരു 5-6 പ്രാവശ്യം ഞാൻ തിരിച്ചു മറിച്ച് വിട്ടിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് സമയമായി. തീ കുറച്ച് വെച്ച് ചെയ്തത്. ഇപ്പം പാകത്തിന് വെന്തു. ഇനി ഇത് പുറത്തേക്ക് എടുക്കാം. ബാക്കിയുള്ളതും കൂടെ ഇതേപോലെ ചുട്ടെടുക്കാം. ഞാനിപ്പോ 3 ഓട്ടട ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ്. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്